friends, this is Anjali Krishnan, Assistant Professor, PG Department of English, Don Bosco College, Kottayam. Welcome to my paper, English for Career. Paper opted for 3rd semester BCom Taxation students. Today we will be starting with past tense. Past tense has 4 forms like simple past, past continuous, past perfect and past perfect continuous. And the first one, simple past. Simple past is used to denote an action of past. Simple past. So, പേര് പറയുന്ന കണക്കല്ലേ പാസ്റ്റിലെ ഒരു ആക്ഷനെ സൂചിപ്പിക്കാൻ. അതുപോലെ ഇറ്റ് ഡിനോട്ട്സ് എ ഹാബിച്വൽ ആക്ഷൻ ഇൻ ദി പാസ്റ്റ്. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കാൻ. ഇക്വേഷൻ നോക്ക്, സബ്ജക്റ്റ് പ്ലസ് വേർബിൻ്റെ സെക്കൻഡ് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. Action of past in your example. My grandfather died last year. Subject my grandfather died. V2. Verb in the second form. Last year. India became. Became എന്ന് പറയുന്നത് verb in the second form. So simple past verb in the second form. Subject plus V2 plus object. Next, habitual action in the past. സ്ഥിരമായിട്ട് repeated ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന the action in the past. When I was in Bombay, I went to the beach every weekend. I went എന്ന് പറഞ്ഞാൽ B2. Moving to past continuous tense. Equation നോക്കിയേ, subject plus was or were plus VING plus object. Present continuously am is are ആയിരുന്നെങ്കിൽ പാസ്റ്റിൽ വരുമ്പോൾ was plus were ആവുന്നു. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. A temporary situation that existed in the past. പാസ്റ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി, ടെമ്പററി ആയിട്ട് എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ. എക്സാമ്പിൾ, ഐ വാസ് ടീച്ചിങ്. മൂവിങ് ടു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇക്വേഷൻ നോക്കേ, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇവിടെ ഹാവ് ഓർ ഹാസിന് പകരം, പ്രസന്റിൽ ഹാവ് ഓർ ഹാസിന് പകരം ഹാഡ്. It indicates the earlier of two past actions. The latter action by simple past. Past perfect വരുമ്പോഴത്തേക്ക് രണ്ട് പാസ്റ്റ് ആക്ഷൻസ് കാണും. അതിൽ ഫസ്റ്റ് പാസ്റ്റ് ആക്ഷനെ പാസ്റ്റ് പെർഫെക്റ്റ് കൊണ്ടും ഫസ്റ്റ് ആക്ഷനെ ഏത് സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ കാണിക്കും. എക്സാമ്പിൾ, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബൈ ദ ടൈം ഐ റീച്ച് ദി സ്റ്റേഷൻ. ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്ക് ട്രെയിൻ എന്ത് ചെയ്തു? ഇറ്റ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. സോ ആദ്യം പോയത് ട്രെയിൻ പോയി. സോ ആദ്യത്തത് പാസ്റ്റ് പെർഫെക്റ്റ്, സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. മൂവിങ് ടു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇക്വേഷൻ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് VING പ്ലസ് ഒബ്ജക്റ്റ്. ഇവിടെ ആൻ ആക്ഷൻ വിച്ച് സ്റ്റാർട്ടഡ് സം ടൈം ഇൻ ദി പാസ്റ്റ്. പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ഷൻ continued without break till a later point of time in the past when something else happened. നമ്മൾ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ഷൻ എന്ത് ചെയ്തു? ഈ അടുത്ത കാലത്ത് ഈ ഒരു പാസ്റ്റ് ടൈമിൽ തന്നെ എന്ത് ചെയ്തു? എന്തോ ചില കാരണങ്ങളാൽ ഇറ്റ് വാസ് സ്റ്റോപ്ഡ്. അതൊന്ന് ബ്രേക്ക് നേരിട്ടു. അങ്ങനെയുള്ള ഒരു അവസരങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. I had been reading for hours before he came. അവൻ വരുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? I had been reading. Moving to future tense. Future tense it also has 4 forms. Simple future, future continuous, future perfect continuous. ഇങ്ങനെ 4 പിരിവുകളാണ് ഫ്യൂച്ചർ ടെൻസിനും ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഇക്വേഷൻ നോക്കേ, സബ്ജക്റ്റ് പ്ലസ് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് വിൽ ഓർ ഷാൾ പ്ലസ് വേർബിൻ്റെ ഫസ്റ്റ് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇറ്റ് ഇൻഡിക്കേറ്റ് പ്രെഡിക്ഷൻ, അല്ലെ? ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. വി ഷാൾ മീറ്റ് ബിഫോർ ക്രിസ്മസ്. ക്രിസ്മസിന് മുന്നേ നമ്മൾ മീറ്റ് ചെയ്യും. വി ഷാൾ മീറ്റ്. മൂവിങ് ടു ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഇക്വേഷൻ നോക്കേ, subject plus will or shall plus be plus VING plus object. It talks about an activity that begin in the future. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത്
ഒരു കാര്യത്തിനെ കുറിച്ച് പറയുകയാണ്. ഹി വിൽ ബി ടീച്ചിങ്, അവൻ പഠിപ്പിക്കുകയായിരിക്കും അല്ലെ, ഹി വിൽ ബി ടീച്ചിങ്. നെക്സ്റ്റ് വൺ ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇക്വേഷൻ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. വിൽ ഓർ ഷാൽ ഫ്യൂച്ചർ ടെൻസ് ഫുള്ള് കാണും. പെർഫെക്റ്റ് ആയതുകൊണ്ട് വേർബിൻ്റെ V3 ഹാവും ഉണ്ട്. It tells us that a certain action will be completed by a certain future time. ഒരു പെർട്ടിക്കുലർ ആക്ഷൻ എന്ത് ചെയ്യും, ഒരു ഫ്യൂച്ചർ പോയിന്റ് ഓഫ് ടൈമിൽ എന്ത് ചെയ്തിരിക്കും, നമ്മൾ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഒരു പ്രഡിക്ഷൻ, അങ്ങനൊരു സജഷൻ തരികയാണ് ഏത്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ് കുക്കിംഗ് ബൈ നൗ. സോ എന്താ ഒരു പ്രഡിക്ഷൻ, ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് കുക്കിംഗ് ഷീ വിൽ ബി ഫിനിഷ്ഡ്. നെക്സ്റ്റ് വൺ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇക്വേഷൻ നോക്കേ, സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് VING പ്ലസ് ഒബ്ജക്റ്റ്. ദിസ് ഇൻഡിക്കേറ്റ് ദ ഡ്യൂറേഷൻ ഓഫ് എ കണ്ടിന്യൂയിങ് ആക്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഇൻ ദി ഫ്യൂച്ചർ. ഭാവിയിൽ നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ആക്ഷൻ അല്ലേ, അതിൻ്റെ ഒരു ഡ്യൂറേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ പോയിന്റ് ഓഫ് ടൈമിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൻ്റെ ആക്ഷൻ ഡ്യൂറേഷൻ. ഫോർ എക്സാമ്പിൾ, ഹി വിൽ ഹാവ് ബീൻ ടീച്ചിങ്, അവൻ എന്ത് ചെയ്യുകയായിരിക്കും, മേ ബി അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഫ്യൂച്ചർ ടൈമിൽ ഹി വിൽ ബി ടീച്ചിങ്.